ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സവാള കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഈ കറിക്ക് വേണ്ടി ഞാനിവിടെ കുറച്ച് സവാള മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് തൈരും എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വറുത്തിടാൻ വേണ്ടി കുറച്ച് കടുകും അതേപോലെ ഉലുവയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാനൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുകും ഉലുവയും ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വഴറ്റിയെടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് വേണം നമുക്ക് വഴറ്റിയെടുക്കാൻ. അങ്ങനെ ഇതും ചെറുതായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുറിച്ച തക്കാളിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതും ചെറുതായി വഴന്നു വരണം. അങ്ങനെ സവാളയും തക്കാളിയും ചെറുതായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുറിച്ച പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതേപോലെ കുറച്ച് ഇഞ്ചി മുറിച്ചത്, കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ ഇതെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തൈരും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒന്നുകൂടി നന്നായി മിക്സാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്നും കൂടി മിക്സാക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായി മിക്സാക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സവാള വെച്ചിട്ടുള്ള ഈസി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യണം. താങ്ക്